ഇതാണ് എൻ്റെ പുതിയ സോളാർ ചാർജ് കൺട്രോളർ. 250 വാട്ട് സോളാർ പാനലിന് വേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അതിൽ കുറേ പോർട്ടുകൾ കാണാം. അതായത് പോർട്ടുകൾ ആദ്യത്തേത് പാനലിൽ കണക്ട് ചെയ്യാനുള്ള സെറ്റാണ്, രണ്ടാമത്തെ ബാറ്ററിക്ക്, പിന്നെ എക്സ്ട്രാ 12 വോൾട്ട് DC ലോഡ് കണക്ട് ചെയ്യണമെങ്കിൽ ബൾബ്, ഫാന് ഒക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അതൊക്കെ 12 വോൾട്ട് ലോഡാണേ, അല്ലാതെ സാധാരണ ഫാൻ കണക്ട് ചെയ്താൽ വർക്ക് ചെയ്യൊന്നുമില്ല. പണ്ട് ട്രെയിനിലൊക്കെ കാണാറുണ്ടായിരുന്നു തോന്നുന്നുണ്ട് ഒരു 12 വോൾട്ട് ഫാൻ. എൻ്റെ ഒരു അമേച്വർ റേഡിയോ സുഹൃത്ത് വീട്ടിൽ 4 സ്ക്വയർ മില്ലിമീറ്റർ വയർ വെച്ചിട്ട് മൊത്തം വയർ ചെയ്തിട്ടുണ്ട്, ഫാനിനും ലൈറ്റിനും 12 വോൾട്ടിൻ്റെ സിസ്റ്റം. അപ്പോൾ അതുപോലെയൊക്കെ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് എൻ്റെ ഒരു റൂട്ടറുണ്ട്, അതിന് ഇതുപോലത്തെ വേറൊരു ചാർജ് കൺട്രോളറുണ്ട് എനിക്ക്, ഇതിലും പവർ കുറഞ്ഞത്. അതിൽ വൈഫൈ റൂട്ടറിലേക്ക് ഞാൻ നേരിട്ട് ഇതിൽ എടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓപ്ഷൻ ഉണ്ട് അതിൽ. വേണേൽ ചെറിയ ബൾബ് കത്തിക്കാം. പിന്നെ LED ബൾബ് കത്തിക്കണമെങ്കിൽ ട്യൂബ് അത് 12 വോൾട്ടിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതൊരു മാരത്തോൺ പ്രൊസീജിയർ തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല, മടി പിടിച്ച് അവിടെ വെച്ചിരിക്കുകയാണ്. അതൊന്ന് വേണേൽ കണക്ട് ചെയ്യാം 12 വോൾട്ട് ആക്കിയാൽ. ഇതിൻ്റെ സൈഡിലൊരു USB പോർട്ട് ഉണ്ട്, മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള 600 മില്ലി ആംപിയർ കറണ്ട് കിട്ടും. അത് ഞാൻ ഈ ചാർജ് കൺട്രോളറിലല്ല, എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വലിയ സ്പീഡിൽ ചാർജ് ചെയ്യണമെന്ന് ആഗ്രഹം ഇല്ലാത്ത സമയത്ത് ഒരു സാധാ ചാർജിങ് മതി വെച്ചാൽ ഫോണും ടാബും ഒക്കെ ഞാൻ അതിൽ കുത്തി വയ്ക്കാറുണ്ട്. അപ്പോൾ അത് നേരിട്ടിട്ട് ബാറ്ററിയിൽ നിന്ന് എടുത്തോളും. പൊതുവേ പുതിയ യന്ത്രങ്ങൾ വാങ്ങിച്ചാൽ തുറന്നു നോക്കാനൊരു മടിയാണ്, കേടായാൽ പ്രശ്നമല്ലേ എന്ന് വിചാരിച്ച്. പക്ഷേ ഇത് തുറന്നാക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം ഇതിൽ ബാറ്ററി ടൈപ്പ് അനുസരിച്ച് അതിലൊരു ജമ്പർ മാറ്റാനുണ്ട്. അപ്പോൾ ആ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ആ ജമ്പർ, ആ JP3 എന്ന് പറഞ്ഞ ജമ്പർ അവിടെ വെച്ച് കൊടുത്താലേ അത് ഞാൻ ഉദ്ദേശിച്ച ബാറ്ററിയിലേക്ക് ഉപയോഗത്തിനാവുള്ളൂ. ഇപ്പോൾ ഇത് ഫ്ലഡഡ് ലെഡ് ആസിഡ് ബാറ്ററിക്കും സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിക്കും പറ്റിയ ചാർജ് കൺട്രോളറാണ്. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സീൽഡ് ലെഡ് ആസിഡ് ബാറ്ററിയാണ്. അതിന് കുറച്ചുകൂടെ കുറവ് വോൾട്ടേജാണ് വരേണ്ടത്. അപ്പോൾ അതിനാണ് അവിടെ ഒരു ജമ്പർ JP3 നമ്മൾ ഈ പെട്ടി വരുമ്പോൾ അതിൻ്റെ പുറത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും, അതെടുത്തിട്ട് ആ ജമ്പർ അവിടെ അമർത്തി വെച്ച് കൊടുക്കണം. അപ്പോൾ അത് SLAക്ക് പാകാവും. പിന്നെ അവിടെ ഒരു JP2 എന്ന് പറഞ്ഞൊരു ജമ്പറിനും കൂടെ ഓപ്ഷൻ ഉണ്ട്. അത് പക്ഷേ ഡോൺ ഡസ്ക് മോഡിലാണ്. അത് എനിക്ക് ആവശ്യമില്ല. അതിപ്പോൾ നമ്മളൊരു ഡോൺ ഡസ്ക് മോഡിൽ ലൈറ്റ് കത്തിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ഓൺ ഓഫ് ആകാൻ വേണ്ടിയിട്ട് അത് ഉപയോഗമുണ്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല, എനിക്ക് അതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല. സ്ഥിതിക്ക് മൊത്തത്തിലൊന്ന് നോക്കി, അപ്പോൾ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ് കാണുന്നത്. അതിൽ വലിയൊരു ഹീറ്റ് സിങ്കിൽ 4 മോസ്ഫെറ്റുകൾ മൗണ്ട് ചെയ്തിരിക്കണം കാണാം. അതായിരിക്കണം സ്വിച്ചിങ് ചെയ്യുന്നത്. ഈ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് മിക്കവാറും അതിൻ്റെ ബ്രെയിനായിരിക്കും, മൈക്രോ കൺട്രോളറായിരിക്കും. പക്ഷേ നമ്പർ തിരഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ ഫങ്ഷൻ ഏതാണ്, ഏത് ടൈപ്പാണെന്നൊന്നും പിടിയിട്ടില്ല. ഇതുവല്ല ചിലപ്പോൾ അവരുടെ പാർട്ട് നമ്പറായിരിക്കും, ശരിക്കുള്ള ഒറിജിനൽ ICയുടെ നമ്പർ ആവണമെന്നില്ല, അതിന് മുകളിൽ സ്റ്റിക്കറായിരിക്കും. അന്ന് ഞാൻ പൊളിച്ചെടുക്കാനൊന്നും നോക്കിയില്ല, പറഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഇവിടെ നമ്പർ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. തിരഞ്ഞു നോക്കിയപ്പോൾ N ചാനൽ മോസ്ഫെറ്റ്സ് ആണെന്ന് മനസ്സിലായി. വളരെ യൂസ്ഫുള്ളായിട്ടുള്ള തരം സ്വിച്ചിങ് മോസ്ഫെറ്റ്സ് ആണ്. അപ്പോൾ എന്തായാലും പൾസ് വിഡ്ത്ത് മോഡുലേഷനല്ലേ ചെയ്യുന്നത്, PWM ചാർജ് കൺട്രോളറല്ലേ. അപ്പോൾ എന്തായാലും അത് അത്യാവശ്യമാണെന്ന് മനസ്സിലായി. പിന്നെ ഇതൊന്നും ഞാൻ അഴിച്ചെടുക്കാനൊന്നും പോയില്ല, വെറുതെ എന്തിനാണ് പണി കൊടുക്കുന്നത്.